നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി വരുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ 2ാം ഘട്ടം പരീക്ഷ കണ്ടു. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയപ്പോൾ മനസ്സിലായി എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് 2ാം ഘട്ടത്തിൽ ചോദിച്ചത് എന്നുള്ള കാര്യം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കും പരീക്ഷ എന്ന് എന്താണ് നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്ന പരീക്ഷയിൽ ഈ കാണുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാരാണ്? ആഗമാനന്ദനാണ് പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ആരാണ്? ആഗമാനന്ദനാണ് പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അച്ചിപ്പുടവ സമരം നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് അച്ചിപ്പുടവ സമരം നയിച്ചത്. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദനാണ്. അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ്. നാമകരണ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകനാരാണ്? ആനന്ദതീർത്ഥനാണ് നാമകരണ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. ഏത് നവോത്ഥാന നായകൻ്റെ ഭവനമാണ് പ്ലാവത്തറ വീട്? അയ്യങ്കാളിയുടെ ഭവനമാണ് പ്ലാവത്തറ വീട്. സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാരാണ്? അയ്യത്താൻ ഗോപാലനാണ് സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദനാണ്. അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ്. നാമകരണ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് ആനന്ദതീർത്ഥൻ. ഏത് നവോത്ഥാന നായകൻ്റെ ഭവനമാണ് പ്ലാവത്തറ വീട്? അയ്യങ്കാളിയുടെ ഭവനമാണ് പ്ലാവത്തറ വീട്. സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അയ്യത്താൻ ഗോപാലനാണ്. രാജയോഗ രഹസ്യം രചിച്ചതാരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗികളാണ് രാജയോഗ രഹസ്യം രചിച്ചത്. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് രാജയോഗ രഹസ്യം രചിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരെന്താണ്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? അയ്യാ വൈകുണ്ഠറാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവ് ആരാണ്? AK ഗോപാലൻ അഥവാ AKG ആണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവ്. തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് ആരാണ്? K കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം നയിച്ചതും K കേളപ്പനാണ്. തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് K കേളപ്പനാണ്. അപ്പം രാജയോഗ രഹസ്യം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് രാജയോഗ രഹസ്യം രചിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവം ഏത് നവോത്ഥാന നായകനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അയ്യാ വൈകുണ്ഠരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് AK ഗോപാലൻ. തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് K കേളപ്പനാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? P കൃഷ്ണപിള്ളയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയതാരാണ്? കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാണ്? C കേശവൻ 1947 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരാണ്? KP കേശവമേനോനാണ് മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ. പഞ്ചകല്യാണി നിരൂപണം രചിച്ചതാരാണ്? മന്നത്തു പത്മനാഭനാണ്. ആരാണ്? മന്നത്തു പത്മനാഭനാണ് പഞ്ചകല്യാണി നിരൂപണം രചിച്ചത്. അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് P കൃഷ്ണപിള്ള. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത് കുമാരനാശാനാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാ? C കേശവനാണ്. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ ആരാണ്? KP കേശവമേനോനാണ്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് മന്നത്ത് പത്മനാഭനാണ്.
ആര് പത്രാധിപരായിരിക്കെയാണ് വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്? വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത് മൂർക്കോത്തുകുമാരൻ പത്രാധിപരായിരിക്കുമ്പോഴാണ്. എന്താണ്? ആര് പത്രാധിപരായിരിക്കെയാണ് വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്? മൂർക്കോത്തുകുമാരൻ എന്താണ് പത്രാധിപരായിരിക്കെയാണ് വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്. കേരള നവോത്ഥാനത്തിൻ്റെ മേഘജ്യോതിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? TK മാധവനാണ് കേരള നവോത്ഥാനത്തിൻ്റെ മേഘജ്യോതിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് ആരാണ്? മക്തി തങ്ങളാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത്. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരാണ്? ഡോക്ടർ പൽപ്പു ആണ് SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ. അപ്പോൾ ആര് പത്രാധിപരായിരിക്കെയാണ് വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്? മൂർക്കോത്തുകുമാരൻ. കേരള നവോത്ഥാനത്തിൻ്റെ മേഘജ്യോതിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് TK മാധവനാണ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് മക്തി തങ്ങളാണ്. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പാമ്പാടി ജോൺ ജോസഫാണ് സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാരാണ്? പൊയ്കയിൽ അപ്പച്ചനാണ് ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ. എന്താണ്? ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ പൊയ്കയിൽ അപ്പച്ചനാണ്. ഉദ്യാനവിരുന്ന് രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് ഉദ്യാനവിരുന്ന് രചിച്ചത്. PN പണിക്കരുടെ പൂർണ്ണനാമം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കരുടെ പൂർണ്ണനാമം എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. അപ്പോൾ സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പാമ്പാടി ജോൺ ജോസഫ്. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ അപ്പച്ചൻ. ഉദ്യാനവിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. PN പണിക്കരുടെ പൂർണ്ണനാമമാണ് പുതുവായിൽ നാരായണ പണിക്കർ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളി ആരാണ്? GP പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളി. വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി വാടപ്പുറം PK ബാവയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളിയാണ് GP പിള്ള. വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി വാടപ്പുറം PK ബാവയാണ് കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടനയാണ് മലയാളി സഭ. മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടനയാണ് മലയാളി സഭ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നു കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നു കേരള കേസരി. മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടനയാണ് മലയാളി സഭ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു AK ഗോപാലൻ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നു കേരള കേസരി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് നോക്കാം. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദനാണ്. അച്ചിപ്പുടവ സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ്. നാമകരണ വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആനന്ദതീർത്ഥനാണ്.
ഏത് നവോത്ഥാന നായകൻ്റെ ഭവനമാണ് പ്ലാവത്തറ വീട്? അയ്യങ്കാളിയുടെ ഭവനമാണ് പ്ലാവത്തറ വീട്. സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ അയ്യത്താൻ ഗോപാലനാണ്. രാജയോഗ രഹസ്യം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ തേർ വലിച്ച സംഭവം ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യാ വൈകുണ്ഠരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് AK ഗോപാലൻ. തിരുനാവായ സത്യാഗ്രഹം നയിച്ചത് KK കേളപ്പനാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് P കൃഷ്ണപിള്ള. മഹാകാവ്യം എഴുതാതെ മഹാകവി പദവി നേടിയത് കുമാരനാശാനാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് C കേശവനാണ് 1947. മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ KP കേശവമേനോനാണ്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് മന്നത്തു പത്മനാഭനാണ്. ആര് പത്രാധിപരായിരിക്കെയാണ് വീണപൂവ് മിതവാദിയിൽ പ്രസിദ്ധീകരിച്ചത്? മൂർക്കോത്ത് കുമാരൻ പത്രാധിപരായിരിക്കെയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ മേഘജ്യോതിസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് TK മാധവനെയാണ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെട്ടത് മക്തി തങ്ങളാണ്. SNDP യോഗത്തിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആണ്. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പാമ്പാടി ജോൺ ജോസഫ്. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ അപ്പച്ചൻ. ഉദ്യാന വിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. PN പണിക്കരുടെ പൂർണ്ണ നാമമാണ് പുതുവായിൽ നാരായണ പണിക്കർ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളിയാണ് GP പിള്ള. വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് വാടപ്പുറം PK ഭാവ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. മലയാളി മെമ്മോറിയലിന് പിന്തുണ നൽകിയ സംഘടനയാണ് മലയാളി സഭ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം നീണ്ടുനിന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് ആയിരുന്നത് AK ഗോപാലനാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നു കേരള കേസരി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ്. ആവർത്തിച്ച് ഈ ചോദ്യങ്ങൾ കേട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്ത് ചെയ്യുക? ആവർത്തിച്ച് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക.